ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷംലമോൾ ആണ്. ഇന്ന് 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ 5ാമത്തെ യൂണിറ്റായ ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്നതിലെ ഗ്ലാസ് ഓഫ് മിൽക്ക് എന്ന സ്റ്റോറിയും ഇഫ് ഐ ക്യാൻ സ്റ്റോപ്പ് വൺ ഹേർട്ട് ഫ്രം ബ്രേക്കിംഗ് എന്ന് പറഞ്ഞ പോയവുമാണ്. കൂടാതെ അതിലുള്ള എല്ലാ ആക്ടിവിറ്റീസും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എ ഗ്ലാസ് ഓഫ് മിൽക്ക്, ഒരു ഗ്ലാസ് പാൽ. Has any stranger ever approached you for help? ഏതെങ്കിലും അപരിചിതൻ എപ്പോഴെങ്കിലും സഹായത്തിനായി നിങ്ങളെ സമീപിച്ചിട്ടുണ്ടോ? How did you treat him or her? അയാളോട് അതല്ലെങ്കിൽ അവളോട് നിങ്ങൾ എങ്ങനെയാണ് പെരുമാറിയത്? Here you find a young woman's experience when a stranger approaches her for some water. ഇവിടെ അല്പം വെള്ളത്തിനായി ഒരു ബാലൻ സമീപിച്ചപ്പോൾ ഒരു യുവതി എങ്ങനെയാണ് അവനെ സൽക്കരിച്ചതെന്നും ആ നന്മയുടെ പ്രതിഫലം പിന്നീട് അവർക്ക് എങ്ങനെ തിരിച്ചു കിട്ടിയെന്നും ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. One day, a poor boy was selling goods from door to door to pay his way through school. It was a hot day and he felt tired and hungry. He had only one thin dime left with him. ഒരു ദിവസം ഒരു ദരിദ്ര ബാലൻ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ചെലവുകൾക്ക് നൽകേണ്ട പണത്തിനായി വീടുകൾ തോറും സഞ്ചരിച്ച് സാധനങ്ങൾ വിൽക്കുകയായിരുന്നു. അത് ചൂടുള്ള ഒരു ദിവസമായിരുന്നു. അവന് ക്ഷീണവും വിശപ്പും അനുഭവപ്പെട്ടു. അവന്റെ കൈവശം 10 സെന്റിന്റെ ഒരു ചെറിയ നാണയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഡൈം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അമേരിക്ക അങ്ങനെയുള്ള നാടുകളിലെ യൂസ് ചെയ്യുന്ന ഒരു നാണയമാണ്. അതിന് 1 സെന്റ് അങ്ങനെയാണ് അവിടെ പറയാ. He decided not to ask for a meal at the next house. However, he lost his nerve when a lovely young woman opened the door. Instead of a meal, he asked for some water. She thought he looked hungry and so brought him a large glass of milk. അടുത്ത വീട്ടിൽ നിന്ന് ഒരു നേരത്തെ ആഹാരം ചോദിക്കാൻ അവൻ തീരുമാനിച്ചു. എങ്കിലും സുന്ദരിയായ ഒരു ചെറുപ്പക്കാരി വാതിൽ തുറന്നപ്പോൾ അവന്റെ ധൈര്യം ചോർന്നുപോയി. ആഹാരത്തിന് പകരം അവൻ കുറെ വെള്ളമാണ് ചോദിച്ചത്. വിശപ്പുള്ളവനായി അവൻ കാണപ്പെടുന്നു എന്ന് ചിന്തിച്ച് അവൾ അവന് വേണ്ടി ഒരു വലിയ ഗ്ലാസ് പാല് കൊണ്ടുവന്നു. He drank it slowly and then asked, "How much do I owe you?" "You don't owe anything," he replied. "Mother has taught us never to accept pay for acts of kindness." അവൻ അത് സാവധാനം കുടിച്ചു. എന്നിട്ട് ചോദിച്ചു, "ഞാൻ നിങ്ങളോട് എത്ര തുകയ്ക്ക് കടക്കാരനായിരിക്കുന്നു?" "നിങ്ങൾക്ക് ഒന്നും കടക്കാരനായിട്ടില്ല," അവൾ മറുപടി പറഞ്ഞു. ഉപകാര പ്രവർത്തികൾക്ക് പണം വാങ്ങാൻ പാടില്ല എന്ന് അമ്മ പഠിപ്പിച്ചിട്ടുണ്ട്. He said, "Then I thank you from my heart." അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളോട് ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു, അവൻ പറഞ്ഞു. As Owakali left the house, he not only felt stronger physically, but his faith in God and man was also strengthened. He had decided to give up and quit. ഹോവാക്കെലി ആ വീട്ടിൽ നിന്നും പോയപ്പോൾ ശാരീരിക ശക്തി വർദ്ധിച്ചതായി മാത്രമല്ല, ദൈവത്തിലും മനുഷ്യനിലും അവനുള്ള വിശ്വാസം കൂടി വർദ്ധിച്ചതായി അവന് തോന്നി. എല്ലാം വേണ്ടെന്ന് വെച്ച് പോകാൻ അവൻ തീരുമാനമെടുത്തതായിരുന്നു. Years later, that woman became old and critically ill with an unknown disease. The local doctors were baffled. They finally sent her to the big city where they called in specialists to study her rare disease. Dr. Hoa Kelly was called in for the consultation. When he realized her and the town she came from, a strange light filled his eyes. വർഷങ്ങൾക്കു ശേഷം ആ യുവതി വൃദ്ധയാവുകയും തിരിച്ചറിയാൻ കഴിയാത്ത ഏതോ അസുഖം മൂലം അപകടകരമായ വിധത്തിൽ രോഗിയാവുകയും ചെയ്തു. പ്രാദേശിക ഡോക്ടർമാർ ചിന്താകുഴപ്പത്തിലായി. അവളുടെ അപൂർവ രോഗത്തെക്കുറിച്ച് പഠിക്കാൻ വിദഗ്ധന്മാരോട് ആവശ്യപ്പെട്ട് അവർ അവളെ വലിയ നഗരത്തിലേക്ക് അയച്ചു. വിദഗ്ധാഭിപ്രായാന്വേഷണത്തിനായി ഡോ ഓവാക്കല്ലി വിളിക്കപ്പെട്ടു.
അവളെയും അവൾ വന്ന പട്ടണത്തെയും കുറിച്ച് മനസ്സിലായപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ഒരു അസാധാരണമായ തെളിച്ചം നിറഞ്ഞു. Immediately, he rose and went down the hall of the hospital to her room. Dressed in his doctor's gown, he went in to see her. He recognized her at once. He went back to the consultation room, determined to do his best to save her life. From that day, he gave special attention to the case. ഉടൻ തന്നെ അദ്ദേഹം എഴുന്നേറ്റ് താഴത്തെ ഹാളിലിറങ്ങി അവളുടെ മുറിയിലേക്ക് പോയി. ഡോക്ടറുടെ കുപ്പായം ധരിച്ച് അവളെ കാണാൻ ചെന്നു. അദ്ദേഹം അവൾ ഉടൻ തന്നെ തിരിച്ചറിഞ്ഞു. അവളുടെ ജീവൻ രക്ഷിക്കുന്നതിനായി തന്നെ കൊണ്ട് സാധിക്കുന്ന ഏറ്റവും നല്ല വിധത്തിൽ പ്രവർത്തിക്കണമെന്ന ദൃഢനിശ്ചയത്തോടെയായിരുന്നു അദ്ദേഹം തന്റെ പരിശോധന മുറിയിലേക്ക് മടങ്ങിയത്. അന്നേ ദിവസം മുതൽ ഈ കേസിൽ അദ്ദേഹം പ്രത്യേക ശ്രദ്ധ പതിപ്പിച്ചു. After a long struggle, the battle was won. Dr. Kelly requested the business office to pass the bill to him for approval. He looked at it, then wrote something on the edge, and the bill was sent to her room. She feared to open it, for she was sure it would take the rest of her life to pay for it all. Finally, she looked at it and something caught her attention on the side of the bill. She read the words. നീണ്ട ഒരു പോരാട്ടത്തിന് ശേഷം യുദ്ധം ജയിച്ചു. പണമടയ്ക്കാനായി ബിൽ തനിക്ക് കൈമാറാൻ ബിസിനസ് കാര്യാലയത്തോട് ഡോ കെല്ലി ആവശ്യപ്പെട്ടു. അദ്ദേഹം അതിലേക്ക് നോക്കി. അതിനുശേഷം അതിന്റെ അരികിൽ എന്തോ എഴുതിയിട്ട് ആ ബിൽ അവളുടെ മുറിയിലേക്ക് അയച്ചു. അവൾ അത് തുറക്കാൻ ഭയപ്പെട്ടു. കാരണം അതിലെ തുകയടക്കാൻ തന്റെ ശേഷിക്കുന്ന ജീവിതകാലം മുഴുവൻ വേണ്ടിവരുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അവസാനം അവൾ അതിലേക്ക് നോക്കി. ബില്ലിന്റെ അരികിലുള്ള എന്തോ ഒന്ന് അവളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. അവൾ ആ വാക്കുകൾ വായിച്ചു. പെയ്ഡ് ഇൻ ഫുൾ വിത്ത് 1 glass ഓഫ് മിൽക്ക്. ഒരു ഗ്ലാസ് പാലിന്റെ വില കൊണ്ട് ബില്ല് പൂർണ്ണമായും അടച്ചു തീർത്തിരിക്കുന്നു. സിഗ്നേച്ചർ ഒപ്പുണ്ട്. ഡോക്ടർ ഹോവ കെല്ലി. Tears of joy flooded her eyes as her happy heart prayed, "Thank you, God, that your love is shed abroad through our hearts and hands." ഞങ്ങളുടെ ഹൃദയങ്ങളിലൂടെയും കരങ്ങളിലൂടെയും അങ്ങയുടെ സ്നേഹം പരക്കി ചൊരിയുന്നതിന് ദൈവമേ നന്ദി. ഞങ്ങളുടെ സന്തോഷഭരിതമായ ഹൃദയം ഇപ്രകാരം പ്രാർത്ഥിച്ചപ്പോൾ കണ്ണുകളിലൂടെ ആനന്ദാശ്രുക്കൾ പ്രവഹിച്ചു. അങ്ങനെ സ്റ്റോറി എൻഡ് ചെയ്യാണ്. The events of the story, a glass of milk are given in a jumbled order. Arrange them in the proper sequence. ഈ ഒരു സ്റ്റോറിയിലെ കുറച്ച് ഇവന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 6 ഇവന്റ്സ് ഉണ്ട്. ഇത് തെറ്റായി എടുക്കുവാണ്. ഇത് കറക്റ്റ് ഓർഡർ ആയിട്ട് അറേഞ്ച് ചെയ്യാം. സോ ഞാൻ അതൊന്ന് അറേഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, the boy was selling goods from door to door. Second one, the young woman gave a glass of milk to the boy. പിന്നെ the woman was admitted in a hospital. ഇതിൽ ഫുള്ള് ഇതൊന്നും ഉണ്ടാവത്തില്ല, ഏകദേശമൊക്കെ കൊടുത്തിട്ടുണ്ടാവും. നെക്സ്റ്റ്, ഡോക്ടർ ഹോവ paid the bill. She read the words written on the bill. Tears of joy flooded her eyes. നെക്സ്റ്റ് ഇതിൽ തന്നെ വേറൊരു ആക്ടിവിറ്റിയും കൂടെ ഉണ്ട്. ഇൻ ദ സ്റ്റോറി ഡോക്ടർ ഹോവ കെല്ലി വർക്ക്സ് ഇൻ എ ഹോസ്പിറ്റൽ. ഹാവ് യു എവർ വിസിറ്റഡ് എ ഹോസ്പിറ്റൽ? കംപ്ലീറ്റ് ദ ഫോളോവിംഗ് വേർഡ് ഗ്രിഡ് യൂസിംഗ് വേർഡ് റിലേറ്റഡ് ടു ഹോസ്പിറ്റൽ. ഈ സ്റ്റോറിയിൽ ഡോക്ടർ ഹോവാർഡ് കെല്ലിയെ നമ്മൾ പരിചയപ്പെട്ടു. അവരൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളെല്ലാം ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഹോസ്പിറ്റലിനുമായി ബന്ധപ്പെട്ടുള്ള കുറേ വേർഡ്സ് വന്നുകൊണ്ടാണ് ഇവിടെയുള്ള ഈ ഗ്രിഡ് വേർഡ് പസിൽ റെഡി ആക്കിയിട്ടുള്ളത്. അപ്പൊ നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ, എ സബ്സ്റ്റൻസ് ഓർ ലിക്വിഡ് ദാറ്റ് യു ഡ്രിങ്ക് ഓർ സ്വോളോ ടു ക്യൂർ ആൻ ഇൽനെസ്. ഒരു രോഗം മാറാനായിട്ട് നമ്മളൊരു ലിക്വിഡ് അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസ് കഴിക്കുന്നുണ്ട്. അത് എന്താണ്, അതിനെന്താ പറയാനാണ്. അപ്പൊ നമുക്ക് അതിനെ അവിടെ മെഡിസിൻ അല്ലേ, മരുന്ന്. സെക്കൻഡ് വൺ, സ്മാൾ റൗണ്ട് പീസസ് ഓഫ് മെഡിസിൻ ദാറ്റ് യു സ്വോളോ വിത്തൗട്ട് ച്യൂയിങ്.
ഒരു കുഞ്ഞ റൗണ്ട് പീസ് ആയിട്ടുള്ള ഒരു മെഡിസിന് അത് നിങ്ങൾ കഴിക്കുന്നതാണ്. അതിന് പറയുന്ന പേരാണ് നമ്മൾ ഗുളിക എന്ന് പറയും, പിൽസ്. Third one, a tube with a long needle that is used to inject drugs into a person's body or to take a small amount of blood from a person. ഒരു പേഴ്സണിലേക്ക് എന്തെങ്കിലും മെഡിസിന് കിട്ടുന്നതിനോ അതല്ലെങ്കിൽ അവരുടെ ബ്ലഡ് എടുക്കുന്നതിനോ വേണ്ടി നമ്മൾ ഒരു ട്യൂബ് യൂസ് ചെയ്യും, ഒരു ലോങ് നീഡിലായിട്ട്. അതിന് പറയുന്ന പേരാണ് സിറിഞ്ച്. Fourth one, treatment of injuries by cutting the body open using instruments. ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഒരു ബോഡിയെ കട്ട് ചെയ്ത് കളയുക. കട്ട് ചെയ്തിട്ട് ഒരു സംഭവം ചെയ്യില്ല, അതിന് പറയുന്ന പേരാണ് സർജറി. ഫിഫ്ത്ത് വൺ, എ സെപ്പറേറ്റ് ഏരിയ ഇൻ എ ഹോസ്പിറ്റൽ ഫോർ പീപ്പിൾ വിത്ത് ദ സെയിം ടൈപ്പ് ഓഫ് മെഡിക്കൽ കണ്ടീഷൻ. ഒരേ ടൈപ്പ് മെഡിക്കൽ കണ്ടീഷനുള്ള പീപ്പിൾസിന് കെടുക്കാനായിട്ട് അല്ലെങ്കിൽ അവിടെ നിൽക്കാനായിട്ട് ഹോസ്പിറ്റലിൽ തയ്യാറാക്കിയ ഒരു സെപ്പറേറ്റ് ഏരിയ ഇറ്റ് ഈസ് വാർഡ്. Sixth one, a person who takes care of sick or injured people in a hospital. ഹോസ്പിറ്റലിലുള്ള പീപ്പിൾസിനെയൊക്കെ കെയർ ചെയ്യുന്ന ഒരാൾ ആരാണ്? നേഴ്സ്. സെവൻത്ത് വൺ, എ പേഴ്സൺ ഹു റിസീവ്സ് മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഇൻ എ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൽ മെഡിക്കൽ ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആൾ ആരാ? പേഷ്യന്റ്. ഇത് വെച്ചിട്ട് കൂട്ടുകാർക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് ഒരു പോയാണുള്ളത്. പോയത്തിന്റെ പേര് ഇഫ് ഐ ക്യാൻ സ്റ്റോപ്പ് വൺ ഹേർട്ട് ഫ്രം ബ്രേക്കിംഗ്. തകർച്ചയിൽ നിന്നും ഒരു ഹൃദയത്തെ എനിക്ക് തടയുവാൻ കഴിഞ്ഞെങ്കിൽ. നമുക്ക് ഈ പോയൊന്ന് വായിച്ചു നോക്കാം. ഇഫ് ഐ ക്യാൻ സ്റ്റോപ്പ് വൺ ഹേർട്ട് ഫ്രം ബ്രേക്കിംഗ് ഐ ഷാൽ നോട്ട് ലിവ് ഇൻ വൈൻ. ഇഫ് ഐ ക്യാൻ ഈസ് വൺ ലൈഫ് ദാറ്റ്സ് എച്ചിങ് ഓർ കൂൾ വൺ പെയിൻ ഓർ ഹെൽപ്പ് വൺ ഫെയിൻറ്റിംഗ് റോബിൻ unto his nest again. I shall not live in wine. ഇവിടെ പറയുന്നത് ഇഫ് ഐ ക്യാൻ സ്റ്റോപ്പ് വൺ ഹേർട്ട് ഫ്രം ബ്രേക്കിംഗ്. തകർച്ചയിൽ നിന്നും ഒരു ഹൃദയത്തെ എനിക്ക് തടയുവാൻ കഴിഞ്ഞെങ്കിൽ ഐ ഷാൽ നോട്ട് ലിവ് ഇൻ വൈൻ. എന്നാണ് ജീവിക്കുന്നത് യൂസ്ലെസ് ആയിക്കൊണ്ടല്ല. ഇഫ് ഐ ക്യാൻ ഈസ് വൺ ലൈഫ് ദാറ്റ്സ് അച്ചിങ് ഓർ കൂൾ വൺ പെയിൻ. ഒരാളെ വേദനയിൽ നിന്ന് എനിക്ക് ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഹെൽപ്പ് വൺ ഫെയിൻറ്റിംഗ് റോബിൻ ആൻഡ് ടു ഹിസ് നെസ്റ്റ് ഗെയിൻ. ഒരു കുരുവിയെ നിലത്ത് വീണ് പോയ ഒരു കുരുവിയെ വീണ്ടും അതിന്റെ കൂട്ടിലെത്തിക്കാൻ എനിക്ക് സഹായിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഐ ഷാൽ നോട്ട് ലിവ് ഇൻ വൈൻ. ഞാൻ ജീവിക്കുന്നത് യൂസ്ലെസ് ആകുന്നതില്ല, ഞാൻ ജീവിക്കുന്നത് യൂസ്ലെസ്സിന് വേണ്ടി ആവത്തില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അത് ജസ്റ്റ് നമ്മൾ ജീവിക്കുന്നത് മറ്റുള്ളവർക്ക് കുറച്ചൊക്കെ യൂസ് ഉണ്ടാവണം എന്നുള്ള രീതിയിലാണ് ഈ ഒരു പോയം വരുന്നത്. നമുക്ക് ഈ പോയം എഴുതിയിട്ടുള്ള ആ ഓഥറിനൊന്ന് പരിചയപ്പെടാം. ഇറ്റ്സ് എമിലി ഡിക്നിൻസൺ. 1813 to 1806 was an American poet. She was born in Amherst, Massachusetts. He is regarded as one of America's greatest poets and is well known for her unusual life of self-imposed social seclusion. Most of her poems deal with the themes of death and immortality. ഇവരുടെ പേര് എമിലി ഡിക്നിൻസൺ എന്നാണ്. 10 ഡിസംബറിലാണ് ജനിക്കുന്നത്. അറ്റ് അംഹേർസ്റ്റ്, മസാച്യൂസെറ്റ്സ്, US-ലാണ്. ഇവരൊരു അമേരിക്കൻ പോയറ്റ്സ് ആണ്. പോയംസ് ഡീൽസ് വിത്ത് തേംസ് ഓഫ് ഡെത്ത് ആൻഡ് ഇമ്മോർട്ടാലിറ്റി. അപ്പോൾ ഇതിലുള്ളത് ജസ്റ്റ് ഒന്ന് വായിച്ചതേ ഉള്ളൂ. ഇനി നമുക്കിതിൽ ആക്ടിവിറ്റീസ് നോക്കാം. അക്കോർഡിംഗ് ടു ദി പോയറ്റ്, വാട്ട് ഈസ് ദ റിയൽ വേ ഓഫ് മേക്കിംഗ് വൺസ് ലൈഫ് മീനിങ്ഫുൾ? ഈ പോയറ്റിന്റെ അഭിപ്രായത്തിൽ ഒരാളുടെ ലൈഫ് മീനിങ്ഫുൾ ആക്കുന്നതിന് റിയൽ വേ എന്താണ്? According to the poet, the real way of making one's life meaningful is to comfort a man with a bleeding heart. Why does the poet repeat the line, I shall not live in wine, in this poem? എന്തുകൊണ്ടാണ് I shall not living in wine എന്നുള്ള വരി ഇതിൽ ആവർത്തിക്കുന്നത്? To emphasize a noble idea, only when we lend a helping hand to those who are in need, our life will be meaningful. Helping a bird is an act of kindness. Pick out from the poem the line which bears the same meaning.
ഒരു പക്ഷിയെ സഹായിക്കുക എന്നതൊരു കാരുണ്യ പ്രവൃത്തിയാണ്. ഇതേ അർത്ഥമുള്ള വരി കണ്ടെത്തുക. ഓർ ഹെൽപ്പ് വൺ ഫെയിൻഡിങ് റോബിൻ ആൻഡ് ടു ഹിസ് നെക്സ്റ്റ് അഗെയിൻ. Fourth question, pick out the words used in the poem that show physical suffering or discomfort. എന്ന് വെച്ചാൽ ശാരീരിക വേദന അഥവാ അസ്വസ്ഥത പ്രകടിപ്പിക്കുവാൻ ഉപയോഗിച്ചിട്ടുള്ള വേർഡ്സ്. ഹേർഡ് ബ്രേക്കിംഗ്, അച്ചിങ്, പെയിൻ, ഫെയിൻഡിങ്. The title of the poem, If I Can Stop One Heart from Breaking, tells us about the importance of helping others. How do you feel when you help others? കവിതയുടെ തലക്കെട്ട് മറ്റുള്ളവരെ സഹായിക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മളോട് പറയുന്നു. മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നാറുള്ളത്? ഐ ഫീൽ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ഹാപ്പിനെസ്. കൂട്ടുകാർക്ക് എന്താണ് തോന്നാറുള്ളത്? അതാണ് അവിടെ എഴുതേണ്ടത്. 6th one, choose a suitable theme for the poem from the box given below. കവിതയ്ക്ക് ഉചിതമായ ഒരു ആശയം ബോക്സിൽ നിന്ന് കണ്ടെത്തുക. ഇറ്റ്സ് കൈൻഡ്നെസ്. ആക്ടിവിറ്റി 1, ചൂസ് ദ ബെസ്റ്റ് ആൾട്ടർനേറ്റീവ്. ഏറ്റവും നല്ല ഉത്തരം തിരഞ്ഞെടുക്കുക. വാട്ട് ഡസ് ദ പോയറ്റ് മീൻ ബൈ സ്റ്റോപ്പ് വൺ ഹേർട്ട് ഫ്രം ബ്രേക്കിംഗ്? സ്റ്റോപ്പ് വൺ ഹേർട്ട് ഫ്രം ബ്രേക്കിംഗ് എന്നതുകൊണ്ട് പോയറ്റ് എന്താണ് ഉദ്ദേശിച്ചത്? കംഫോർട്ട് എ പേഴ്സൺ വെൻ വൺ ഈസ് സാഡ്. ഒരാള് സങ്കടത്തിലായിരിക്കുമ്പോൾ അയാളെ കംഫോർട്ട് ചെയ്യുക എന്നതാണ് അതുകൊണ്ട് മീൻ ചെയ്തത്. I shall not live in wine. Which among the following suits the meaning of this line? ഇതിനോട് ഈ ഒരു ലൈനോട് മീനിങ് ആയിട്ട് ഒരേ മോഡലിൽ വരുന്ന ഒരു വേർഡ് മൈ ലൈഫ് വിൽ ബി മീനിങ് ഫുൾ. എൻ്റെ ലൈഫ് മീനിങ് ഫുൾ ആണ്. ദ പോയിറ്റ് ഡസ് നോട്ട് വാണ്ട് ടു. പോയറ്റിന് ആവശ്യമില്ല. സ്റ്റോപ്പ് ദ ഹേർട്ട് ഫ്രം ബ്രേക്കിംഗ്. ഈസ് ദ ലൈഫ് ഫ്രം മാച്ചിങ്. ഹാർട്ട് ദ വൺ ഹു ഈസ് ഹാപ്പി. ഹാപ്പി ആയിരിക്കുന്ന ഒരാളെ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് ഇതിന്റെ ആൻസർ. ആക്ടിവിറ്റി 2 ഇതാണ്. യു മേ ആൾസോ വാണ്ട് ടു ഡു ദ ഫോളോവിങ് തിങ്സ് ലൈക്ക് ദ പോയറ്റ്. പ്രിയോറിറ്റൈസ് ദം അക്കോർഡിംഗ് ടു യുവർ പ്രിഫറൻസ്. നിങ്ങളും കവിയെപ്പോലെ താഴെ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്രകാരം അവയെ ക്രമീകരിക്കുക. അത് കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ക്രമീകരിക്കാവുന്നതാണ്. ആക്ടിവിറ്റി 3, റീഡ് ദ ഡയലോഗ്സ്. ഡയലോഗ്സ് വായിച്ചു നോക്കാം. ഐ ലൈക്ക് ഗിവിംഗ് ഫുഡ് ടു എ ഹംഗ്രി മാൻ. എനിക്ക് ഒരു ഹംഗ്രി ആയിട്ടുള്ള മാന് ഫുഡ് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഐ ആം റെഡി ടു ക്ലീൻ ദി റോഡ്. ഞാൻ റോഡ് ക്ലീൻ ചെയ്യാനായിട്ട് റെഡിയാണ്. ഐ ലൈക്ക് ഫീഡിങ് ബേർഡ്സ്. ബേർഡ്സിന് ഫുഡൊക്കെ കൊടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വാട്ട് ആർ സം അതർ വേസ് ഇൻ വിച്ച് യു ക്യാൻ ഹെൽപ്പ് ഓതേഴ്സ്? നമുക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ വഴികളുണ്ട്? അപ്പോൾ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ഈ ഒരു പ്ലേസിൽ ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒത്തിരി കൊടുത്തിട്ടുണ്ട്. ഇനി കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് സന്തോഷം നേടാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. അപ്പം നോക്കാം. ഫസ്റ്റ് ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഐ ലൈക്ക് ഹെൽപ്പിംഗ് മൈ മദർ ഇൻ ദി കിച്ചൺ. എനിക്ക് എൻ്റെ മദറിനെ കിച്ചണിൽ ഹെൽപ്പ് ചെയ്യുന്നത് ഇഷ്ടമാണ്. ഐ ലൈക്ക് ടു ഹെൽപ്പ് മൈ സിസ്റ്റർ ഇൻ ഹെർ സ്റ്റഡീസ്. എൻ്റെ സിസ്റ്ററിൻ്റെ സ്റ്റഡീസിൽ അവളെ ഹെൽപ്പ് ചെയ്യുന്നത് എനിക്കിഷ്ടമാണ്. ഐ ലൈക്ക് വാഷിംഗ് അവർ ബേക്ക്. എൻ്റെ ബേക്ക് വാഷ് ചെയ്യുന്നത് എനിക്കിഷ്ടമാണ്. ഐ ലൈക്ക് ടു വാട്ടർ അവർ കിച്ചൺ ഗാർഡൻ. ഞങ്ങളുടെ കിച്ചൺ ഗാർഡന് വാട്ടർ ചെയ്യുന്നത് എനിക്കിഷ്ടമാണ്. ഐ ലൈക്ക് ടു ഫീഡിങ് ദ പെറ്റ് അനിമൽസ് ആൻഡ് ബേർഡ്സ്. ഞാൻ അനിമൽസിനെയും ബേർഡ്സിനെയും ഒക്കെ ഫീഡ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഐ ആം വെരി ഗ്ലാഡ് ടു ക്യാരി മൈ യങ്ങർ സിസ്റ്റേഴ്സ് ബാഗ് ടു. എൻ്റെ യങ്ങർ സിസ്റ്ററിൻ്റെ ബാഗും കൂടെ എടുക്കുന്നതിന് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. എനിക്കും അത് ഇഷ്ടമാണ്. അപ്പോൾ കൂട്ടുകാർക്ക് ഇനിയും ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ്. സോ അതോടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.